എന്താ ചേട്ടാ അത്? വെഡിങ് കാർഡിന്റെ പ്രൂഫാ. നോക്കട്ടെ. ബാലചന്ദ്രൻ വിത്ത് ഷീല. വരന്റെയും വധുവിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ നന്നായിരിക്കും. അത്രയൊക്കെ നന്നായി മതി. വെഡിങ് കാർഡ് കണ്ടാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കണ്ടേ ചേട്ടാ? വേണമെങ്കിൽ ചേട്ടന്റെ നല്ല ഗ്ലാമർ ഉള്ളൊരു ഫോട്ടോ ഞാൻ തരാം. പഴയതാണെങ്കിലും ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു. നിനക്ക് തുറന്നു കിട്ടി? കിട്ടേണ്ടിടത്തുനിന്ന് തന്നെ. ചേട്ടാ, ആരാണ് ഈ പാർട്ടി? ഏത് പാർട്ടി? നീ എന്തായി പറയുന്നേ? മറയ്ക്കാനൊന്നും നോക്കണ്ട, എനിക്കറിയാം. ചേട്ടന്റെ പഴയ ലൈനല്ലേ? ചേട്ടൻ ഇത്രയും കാലം വിവാഹം കഴിക്കാറുന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ പുറത്തു വന്നത്? നിർത്താ, അവൻ ക്രോസ് ചെയ്യാൻ വന്നിരിക്കുന്നു. അതിനിത്ര ചൂടാവുന്ന എന്തിനാ? ചെറുപ്പത്തിലെ എന്നെ പോലെ അല്പം റൊമാൻസ് ഒക്കെ ഉണ്ടാവുന്ന രസമല്ലേ? പ്രേമവും ബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് വരുമ്പോ ഫോട്ടോയിൽ ലെറ്ററും തിരിച്ചു വാങ്ങാൻ മറക്കാവോ ചേട്ടാ? ഏതായാലും എന്റെ കൈ കിട്ടിയത് നന്നായി. കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക, ഡാഡി അറിയണ്ട. അമ്പട കൊച്ചു കള്ള. ബാക്കിയുള്ളവനൊന്ന് പ്രേമിക്കുന്നത് കണ്ടപ്പോ എന്ത് വരട്ടായിരുന്നു. പ്രേമവും ശൃംഗാരവും ഒക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിരിക്കുന്ന പാർട്ടിയാ ഇപ്പൊ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നമ്മുടെ കാര്യം എന്തെങ്കിലും ഡാഡിയോട് പറഞ്ഞ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട്. ഗുഡ് ഈവനിങ്. ഡാഡി ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചു കിട്ടി. ഡാഡിക്ക് ആർക്കൊക്കെ അയക്കണമെന്ന് വെച്ചാ ഞാൻ അയച്ചോളാം. ഗുഡ്. ഈ അങ്കിൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാമോളെ. ഡാഡിക്ക് എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ തോന്നും. നിനക്ക് ക്ഷണിക്കേണ്ടവരെയൊക്കെ നീ നേരിട്ട് എഴുതി വിളിച്ചോ. നമ്മുടെ ബന്ധുക്കളെയൊക്കെ നീ നേരിട്ട് പോയി വിളിക്കണം. എനിക്ക് അറിയിക്കാനുള്ളവരെ ഞാൻ വിനയനെ കൊണ്ട് എഴുതിച്ചറിയിച്ചോളാം. രേഖേ, വരുന്ന 15-ാം തീയതി ബാലേന്ദ്രന്റെ വിവാഹമാണ്. ബാലേന്ദ്ര, ആദ്യത്തെ ഇൻവിറ്റേഷൻ രേഖയ്ക്ക് എഴുതി കൊടുക്കുക. വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വരണം. ബാലേന്ദ്രന് സഹോദരികൾ ആരുമില്ല. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ തന്നെ വേണ്ടതെല്ലാം ചെയ്യണം. എന്താ ഒന്നും വേണ്ടാത്തത്? നീ വരില്ലേ? വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് വൈധവ്യം അനുഭവിക്കേണ്ടി വരും. ദൈവം അവളോട് കടുത്ത ക്രൂരതയാണ് കാട്ടിയത്. എനിക്കിനി 2 മണിക്കൂറുടെ ഓവർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. രേഖേ, എനിക്ക് രേഖയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, മോള് പൊയ്ക്കോ, മമ്മി വന്നേക്കാം. ഇനിയും എന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം? വിനയന്റെ കയ്യിൽ ആ ഫോട്ടോ കൊടുത്തയച്ചത് എന്റെ വിവാഹം മുടക്കാനായിരിക്കും. ഫോട്ടോയോ? ഏത് ഫോട്ടോ? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ?
നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനതൊക്കെ പ്രതിഫലവും നീ എനിക്ക് തന്നു. ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല, എന്റെ വയസ്സായ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. ഭാര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതൊക്കെ എന്നേ തകർന്നു. വീണ്ടും ഒരിക്കൽ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ബാലേട്ടാ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ബാലേട്ടന് അറിയില്ല, ആർക്കും അറിയില്ല. ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ബാലേട്ടൻ നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവളാ. ബാലേട്ടൻ എല്ലാ നന്മകളും ഉണ്ടാവാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. ബാലേട്ടൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. ഇനി നീ എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട. ഞാനെല്ലാം കേട്ടതാ. നീയും വിശ്വനാഥ് സാറിന്റെ മകനും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നുമില്ല സൂസി, ഞാനും നീയും തമ്മിൽ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്നും എന്താ മറയ്ക്കുന്നുവെന്ന്. പറയൂ രേഖ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. നിനക്ക് എന്നോട് ഇത്രമാത്രം അകൽച്ചയുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. രേഖ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വേണ്ട രേഖ, നീ ഒന്നും പറയണ്ട. സൂസി, ഞാനെല്ലാം പറയാം. നീ എന്നോട് പിണങ്ങിയാൽ എനിക്കത് സഹിക്കാനാവില്ല. എനിക്ക് നീയും എന്റെ മോളും മാത്രമേ ഉള്ളൂ. ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. എയർ ഹോസ്റ്റസായി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടനെ പരിചയപ്പെട്ടത്. ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു. ആ ബാലു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് എന്റെ കസിന്റെ വീട് വരെ ഒന്ന് പോണം. നേരത്തെ വന്നിരുന്നെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമായിരുന്നു. ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ സാറ് ഇവിടെയൊന്നും അല്ലേ? നമ്മളിപ്പോഴല്ലേ ആകാശത്ത് നിന്ന് കൊണ്ട് പോകുന്നത്. കുറച്ചു നേരമെങ്കിലും ഭൂമി നിന്നൂടെ? പാർട്ടി തൊട്ടടുത്ത മുറി തന്നെ ഉണ്ടല്ലോ. ഒന്ന് പോടി. I'll be back in the morning. Thank you. ആഹാ, ഞാൻ പോകാൻ കാത്തിരിക്കായിരുന്നു. അടങ്ങി കിടന്നു കേട്ടോ. രാവിലെ വരാവല്ലേ? ഓയോ, ഐ എം സോറി. ഗെറ്റ് മീ റൂം നമ്പർ
7-9. ഹലോ. ഞാനാ. എന്താ പരിപാടി? ഒന്നുമില്ല. ആശ കുളിക്കാണ്. പിന്നെ തന്നൊന്ന് കാണണമല്ലോ. ദേവരാജനെ ഏതോ കത്തിനെ കാണാനെന്നും പറഞ്ഞ് മുങ്ങിയിരിക്കുക. എന്താണ് പോണെന്നറിയില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നെങ്കിൽ ബാലേട്ടനും പുറത്തുനിന്ന് ചുറ്റാൻ പോകാമായിരുന്നില്ലേ? ആ താനിവിടെ ഉള്ളപ്പോഴും. പിന്നെ തനഞ്ഞിട്ട് വന്നേ. അയ്യോ, ആശ ഇപ്പൊ കുളിച്ചു വരും. അവരെ തനിക്ക് ഏതെങ്കിലും കത്തിന്റെ വീട്ടിൽ പറഞ്ഞയച്ചൂടെ? താനൊരു കാര്യം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോ ആശ അറിയാതെ സ്ലിപ്പ് ചെയ്ത് ഇവിടെ വരെ വരണം. അയ്യോ, ഞാനില്ല. എടോ കുറച്ചേരം സംസാരിച്ചിരിക്കാവടോ. ആശ അറിഞ്ഞാൽ? ഓ, ആ പാർട്ടി ഒരു 3-4 ഒളിമ്പിക്സ് കഴിഞ്ഞതല്ലേ. ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോ താൻ പതുക്കെ ഡാവിലിഞ്ഞു പോരാ. ആശ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കാത്തിരിക്കും. വെറുതെ എന്നെ കൊണ്ട് ഉറക്കളപ്പിക്കരുത്. ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പോകാനാണ് പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇരിക്കേ. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക്